ശ്രീ നിയാസ്, ഉയർന്നു വന്നൊരു സ്വാഭാവികമായ സംശയമുണ്ട്. മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്, ഔട്ട് ഓഫ് അജണ്ട. നേരത്തെ താങ്കൾ അത് സൂചിപ്പിച്ചു. പക്ഷേ വളരെ വ്യക്തതയോടെ, തെളിവുകളോടെ, ബോധ്യങ്ങളോടെ താങ്കൾ ഈ വിഷയം ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ടു പറയുന്നു, മുഖ്യമന്ത്രിക്കടക്കം കാര്യം ബോധ്യപ്പെട്ടു. മന്ത്രിമാർ തന്നെ, ചില മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചു എന്ന ഒരു ബോധ്യമുണ്ട് എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്. താങ്കൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, പക്ഷേ അത് പറയണമെന്നില്ല. പക്ഷേ ഇപ്പോൾ രതീഷ് ചക്രവാണി ചോദിച്ച പോലെ എന്നിട്ട് എത്ര ദിവസങ്ങളായി, എത്ര മണിക്കൂറുകളായി? അപ്പോൾ അതിനനുസരിച്ചൊരു തിരുത്താനായിരുന്നുവെങ്കിൽ അതിവേഗം ചെയ്യേണ്ടതല്ലേ? വലിച്ചു നീട്ടി ഉണ്ടാകുന്ന ഡാമേജ് എല്ലാം ഉണ്ടായ ശേഷമാണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത്. അതിനർത്ഥം ഒരു തിരുത്തൽ ഉണ്ടാകാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന് ഇവർക്ക് ഒരു തോന്നലുണ്ട്. അതാണ് അവർ സൂചിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം, ദേശീയ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ മെമ്പറായി പോകുന്നയാളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെ പോകുന്നത് ഒരു കോൺഗ്രസ് UDF ഭരണകാലത്ത് ഒരു സംഘപരിവാരനാണ്, അങ്ങനെ ഒരു അനുകൂലിയാണ് എന്ന് വരുന്നതിൽ അപകടം താങ്കൾ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് പ്ലീഡറെ വെച്ചതുപോലത്തെ നിയമവകുപ്പിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ എന്താ പറയുന്ന തീരുമാനത്തിൽ മാത്രം നിൽക്കുന്ന ഒരു നയപരമായ പ്രശ്നം ഇതിനകത്തില്ലേ? അങ്ങനെ ഒരു നയപരമായ പ്രശ്നമുള്ളപ്പോൾ അതിനകത്ത് AICCയുടെ ക്ലിയറൻസ് വേണ്ടതുണ്ടോ? പ്രത്യേകിച്ചൊരു തർക്കം വരുമ്പോൾ താങ്കൾ അങ്ങനെ AICCക്ക് പരാതി കൊടുത്തിട്ടുള്ളതായും മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു നയപരമായ പ്രശ്നം കൂടിയല്ലേ താങ്കൾ ഈ ഉന്നയിച്ചിരിക്കുന്നത്? AICCയുടെ തീരുമാനപ്രകാരം അത് സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല. അത് നയപരമായ കാര്യങ്ങളിൽ പാർട്ടി അതാത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമായി ആലോചിച്ച്, പാർട്ടിയുമായി ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ജനറൽ നിർദ്ദേശം മാത്രമാണ് നൽകാറുള്ളത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് പാർട്ടി കൊടുക്കേണ്ടതായിട്ടില്ലേ? വേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പരാതി കൊടുത്തു, ഇന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ ചില വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ അതിൽ ഹൈക്കമാൻഡ് ഇടപെടണം എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ പരാതിയിൽ നിജസ്ഥിതിയുണ്ട് എന്ന് ഹൈക്കമാൻഡ് തോന്നി. എൻ്റെ പരാതി എന്നല്ല, ആരുടെ പരാതിയിൽ കൊടുത്താൽ ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഇടപെടുമായിരിക്കും. അല്ലാതെ ജനറലായിട്ട് അങ്ങനെ ഇടപെടാറില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. താങ്കൾ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം, നമുക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്നാണ്. ഞാൻ പറയുന്ന ഒരു തീരുമാനം കൊണ്ട് മാത്രം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും തെറ്റ് പറ്റാലോ. ഇപ്പോൾ ഞാൻ പറയുന്നു ഷാജി എടുത്ത തീരുമാനത്തിൽ തെറ്റാണ്, അല്ലെങ്കിൽ ഷാജിയുടെ വകുപ്പിൽ നിന്ന് വന്ന തീരുമാനമല്ല, അത് ഔട്ട് ഓഫ് അജണ്ടയാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഇട്ട ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് പക്ഷേ വസ്തുതാപരമായി തെറ്റാണെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ എൻ്റെ അറിവിലും വിശ്വാസത്തിലും വല്ല തെറ്റുകളും അറിയാതെ വന്നുകൊണ്ടിരിക്കുക, അത് ബോധ്യപ്പെടണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു തീരുമാനം അത് ഒരു വസ്തുതകൾ പരിശോധിക്കുന്നതിന് 1-2 ദിവസം എടുത്താലും തീരുമാനം വളരെ കൃത്യമായിരിക്കണം. CH ചോദ്യമാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിച്ചതാണ്. ഒരു തീരുമാനങ്ങൾ ഞാൻ പലപ്പോഴും പലതവണ ആവർത്തിച്ചാണ് എടുക്കാറുള്ളത്. അത് ചിലപ്പോൾ താമസം നേരിട്ടേക്കാം, ചിലപ്പോൾ ദിവസങ്ങൾ നേരിട്ടേക്കാം, ചില മണിക്കൂറുകൾ എടുത്ത് ആണ് ഞാൻ പല കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പക്ഷേ അങ്ങനെ മണിക്കൂറുകൾ എടുത്ത് തീരുമാനമെടുത്താലും ദിവസങ്ങളെടുത്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് അന്തിമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട തീരുമാനങ്ങളായിരിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. ശരിയായ തീരുമാനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചില തീരുമാനങ്ങൾ ഓൾറെഡി പെട്ടെന്നെടുത്ത തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയെന്നാണല്ലോ എൻ്റെ ആരോപണം, അല്ലെ എൻ്റെ ഒരു പരാതി അതാണല്ലോ. ആ പരാതി പരിശോധിക്കാൻ 1-2 ദിവസം എടുത്താൽ, ചക്രപാണി ഇവിടെ പറഞ്ഞത് ഞാൻ അങ്ങനെ ദിവസം എടുത്താലും അത് സത്യസന്ധമായ അന്വേഷണം. ഞാനിവിടെ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയല്ല, ഒന്ന് ക്ലിയർ ആക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പുതിയ ഒരു തെളിവുകൾ കൊണ്ടുവന്നതല്ല. ഞാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സോഷ്യൽ മീഡിയകൾ റിട്രീവ് ചെയ്ത്, അല്ലെങ്കിൽ അപ്രത്യക്ഷമായത് റിട്രീവ് ചെയ്ത് ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിൻ്റെ നടപടികളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുമൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടണം, അല്ലെങ്കിൽ അതൊന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ ഒന്ന് വിലയിരുത്തണം. ആ വിലയിരുത്തിയ റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ലഭ്യമാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അവരൊന്നുകൂടി അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാനൊരു തെളിവ് കൊടുത്തു, ഇന്ന തെളിവ് നോക്കൂ, അങ്ങനെയല്ല. എനിക്ക് ബോധ്യമുള്ളതാണ് ഇത് പ്രാദേശികമായി അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ,
അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ, അദ്ദേഹം മുന്നോട്ട് പോയ സ്ഥലങ്ങളിൽ, അവിടെയെല്ലാം ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയുന്നതാണ്. എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ശരത്തിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ എന്തെല്ലാം മാർഗ്ഗമുണ്ട്. ശരത്തിൻ്റെ ഡിബേറ്റ് എനിക്ക് പരിശോധിക്കാം, ശരത്തിൻ്റെ ജീവിതങ്ങൾ പരിശോധിക്കാം, ശരത്ത് ഇടപെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പരിശോധിക്കാം, ശരത്തിൻ്റെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ എനിക്ക് പരിശോധിക്കാം. അങ്ങനെയല്ലേ ഞാൻ ശരത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതേപോലെയുള്ള പരിശോധന വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പരിശോധനയിൽ ഞാൻ പറയുന്നതിൽ ഇതിലേക്ക് അദ്ദേഹത്തിന്റെ പേര് കടന്നു വന്നു. ശുപാർശ രണ്ടാമതാണല്ലോ. ശുപാർശ ചെയ്യപ്പെടേണ്ടവരുടെ പരിഗണനാ പട്ടികയിലേക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ പേര് കടന്നു വന്നു എന്നതും പരിശോധിക്കേണ്ടതല്ലേ? ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഷാജി പറഞ്ഞത് എന്താ, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു. നല്ല ജഡ്ജ്മെൻറ്റാണ്. അദ്ദേഹം നടത്തിയിരിക്കുന്ന പല കേസുകളുടെയും ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചു. അദ്ദേഹം ഇരുന്ന പദവികൾ ഞാൻ പരിശോധിച്ചു. ഇതിലൊക്കെ എവിടെയാണ് തെറ്റുള്ളത്? ഞാൻ ഇപ്പോഴും പറയാം, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് എക്സലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് പാഠവം അത് റിമാർക്കബിളാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഏറ്റവും സത്യസന്ധമായ അക്കാദമിക് ട്രാക്ക് റെക്കോർഡ് സത്യം. എൻ്റെ പരാതി ഇതൊന്നുമല്ല. എൻ്റെ പരാതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളാണ്, രാഷ്ട്രീയ പക്ഷപാതിത്വമാണ്. അത് പരിശോധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു പിഴവ് സംഭവിച്ചിട്ടില്ലേ? അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ജഡ്ജ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട അദ്ദേഹം ഇരുന്ന തസ്തികളെക്കുറിച്ച് മാത്രം ചിലപ്പോൾ പരിശോധിച്ചിട്ടുണ്ടാകാം. ശരി, അങ്ങനെയാണെങ്കിൽ അതാണല്ലോ ഞാൻ പരിശോധിക്കണമെന്ന് പറഞ്ഞത്, അതാണല്ലോ ഞാൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി ശ്രീനിവാസ്, അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചത് ഏതെങ്കിലും പ്രതിപക്ഷത്തു നിന്നും ഒരാളല്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്, ഷാജിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള താങ്കളാണ്. അപ്പോൾ ആ പറയുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോഴും പരിശോധിക്കാതെ എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? ഒരു വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹം ന്യായീകരിക്കേണ്ട, അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയല്ലേ? അത് സ്വാഭാവികമായും എൻ്റെ ഡ്യൂട്ടി എന്താ? ഞാൻ പറഞ്ഞ പ്രവർത്തനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് ഉറച്ചു നിൽക്കുന്നത് എൻ്റെ ബോധ്യമാണ്, അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ബോധ്യവും എൻ്റെ ബോധ്യവും തമ്മിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകുമ്പോൾ അത് ബന്ധപ്പെട്ടവർ അന്വേഷിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, നമ്മുടെ ബഹുമാനനായ മന്ത്രിയുടെ സത്യസന്ധതയെ ഞാൻ ഒരിക്കലും ഇല്ലാതാക്കാനില്ല. അദ്ദേഹത്തിന് ഇന്റഗ്രിറ്റി, മതേതര കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കാത്ത വ്യക്തിയാണ്.